രുചിഭേദങ്ങൾ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് അവൽ കൊണ്ട് സ്നാക്സായിട്ടും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ, ഇടനേരത്തൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല സൂപ്പറായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്. നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനും, നല്ല ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റിയാണ്. വെറുതെ കഴിക്കാൻ പോലും ഇത് നല്ല ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാനിവിടെ 3 കപ്പ് അവലെടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് തരം അവൽ വേണമെങ്കിലും ഇതിനായിട്ട് ഉപയോഗിക്കാം കേട്ടോ. ചുവന്ന അവിലോ അതുപോലെ തന്നെ തിക്കായിട്ടുള്ള അവൽ, തിന്നായിട്ടുള്ള അവൽ ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചേറി അതിൻ്റെ പൊടിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെക്കുക. അതിനുശേഷം ഒരു മിക്സി ജാറിലിട്ടിട്ട് ഒരു റവ പരുവത്തിൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ അതാ കണ്ടില്ലേ, നല്ല തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്ത ഒരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 3.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. 1 കപ്പ് അവലിന് 1.25 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്, അതാണ് കണക്ക്. അതിനുശേഷം ഉപ്പിട്ട് കൊടുത്ത് പിന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം തിളച്ച് വന്നോട്ടെ. അടച്ചു വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തിളച്ച് വരും. അപ്പോൾ അതാ കണ്ടില്ലേ, നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അവൽ പൊടിച്ചതിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് നേരത്തെ തന്നെ നമ്മൾ ഇടണം, എന്നാലേ അത് കറക്റ്റായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ അതാ കണ്ടില്ലേ, നമ്മൾ ഉപ്പുമാവിനൊക്കെ കിണ്ടില്ലേ, അതുപോലെ തന്നെ കൈവിടാതെ കിണ്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവൽ നന്നായിട്ട് വെന്ത് അതിലെ വെള്ളമൊക്കെ വറ്റി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റേജിൽ നിർത്താം. എന്നിട്ട് നന്നായിട്ട് ആറണ വരെ വെയിറ്റ് ചെയ്യാം. അത് ആറുന്ന സമയം കൊണ്ട് നമുക്കൊരു താളിപ്പ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഒരു ചെറിയൊരു ബൗൾ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായ ശേഷം 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിയ ശേഷം 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പുണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. അതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പിടാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം ഞാനിവിടെ 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് വഴറ്റണം. ഈ താളിപ്പ് ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച അവലിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. എത്രത്തോളം തേങ്ങ ഇടണോ അത്രയും ടേസ്റ്റ് കൂടുകയുള്ളൂ. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ നല്ല ചൂടാണ്, അതുകൊണ്ടാണ് ഞാൻ ചട്ടുകം കൊണ്ട് തന്നെ ഇളക്കണത്. ഒന്ന് ആറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈ കൊണ്ട് നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. ഇനി ഇതിൽ നിന്ന് ചെറിയ പോർഷൻ എടുത്തിട്ട് ചെറിയ ബോൾസായിട്ട് നമുക്ക് ഉരുട്ടി വയ്ക്കാം. പിന്നെ ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ അരി കൊണ്ടുണ്ടാക്കിയ ഞങ്ങളുടെ നാട്ടിൽ ഫേമസ് ആയിട്ടുള്ള ഒരു കൊഴുക്കട്ടയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഞാൻ എന്താ എല്ലാം ഉരുട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഡ്ഡലി ചെമ്പിൽ ആവി കയറ്റി എടുക്കണം. അതിനായിട്ട് വെള്ളം തിളച്ച ശേഷം ഞാനത് ഇഡ്ഡലി തട്ട് വെച്ചിട്ട് അതിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ഇത് അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് ആവി കയറ്റി എടുക്കാൻ പാടുള്ളൂ, അതിൽ കൂടുതൽ വെക്കരുത്. അപ്പോൾ അതാ കണ്ടില്ലേ, നമ്മുടെ സൂപ്പറായിട്ടുള്ള അവൽ കൊഴുക്കട്ട റെഡിയായി. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, ആരും ഇത് മിസ് ചെയ്യരുത്. പിന്നെ ഇത് ചൂടോടെ തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കണ്ടില്ലേ എത്ര നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കൊഴുക്കട്ട ചട്നി, ചമ്മന്തി അതുപോലെ തന്നെ കുട്ടികൾക്കാണെങ്കിൽ പഞ്ചസാരയുടെ കൂടെ കഴിക്കാനായിട്ട് കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു ഓൾ.